നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിറ്റാച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ദ സയൻസ് ഓഫ് സ്ട്രോങ് ബിസിനസ് റൈറ്റിംഗ് എന്നുള്ള ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്ത തീർച്ചയായിട്ടും ഇത് കാണാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത് ബിസിനസ് റൈറ്റിംഗ് വളരെ നല്ല രീതിയിൽ എഴുതണമെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നതിൻ്റെ സയൻറ്റിഫിക്കൽ ആയിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ 8 എസ്സുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അതിലൊരു ഓൾമോസ്റ്റ് 3 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വരാനുള്ളത് സ്റ്റിറിംഗ് ലാംഗ്വേജ് എന്നുള്ള പോയിന്റാണ്. അതായത് നമ്മുടെ 4ാമത്തെ എസ് വരുന്ന കാര്യമാണ്. അപ്പോൾ സ്റ്റിറിംഗ് ലാംഗ്വേജ് എന്താണത്? അപ്പോൾ നമ്മൾ സ്റ്റിറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളങ്ങനെ പിടിച്ച് നമ്മൾ ശരിക്കും ആക്ച്വലി സ്റ്റിറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പൂണിലൊക്കെ ഇങ്ങനെ വെള്ളത്തിലോ പാലിലൊക്കെ നമ്മൾ സ്പൂണിലല്ല ഗ്ലാസ്സിൽ വെള്ളമോ പാലൊക്കെ ഒഴിച്ച് നമ്മൾ സ്പൂണിട്ട് ഇങ്ങനെ ഇളക്കില്ലേ, അപ്പോൾ അതിനൊക്കെയാണ് ശരിക്കും നമ്മൾ സ്റ്റിറിംഗ് എന്ന് പറയുക. അപ്പോൾ അത് നമ്മളിങ്ങനെ പിടിച്ചു ഉലയ്ക്കാൻ കഴിയുന്ന ഒരു ഭാഷ എന്നുള്ള രീതിക്ക് അതിൻ്റെ ഇവിടുത്തെ മീനിങ് നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇവിടെ ഉദ്ദേശിക്കണമെന്ന് നോക്കാം കേട്ടോ. You may think you are more likely to persuade with logic, but no. Our brains process the emotional connotation of a word within 200 milliseconds of reading it, much faster than we understand its meaning. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തോന്നും നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കൺവിൻസ് ആവണമെങ്കിൽ നമുക്ക് ലോജിക്കലായിട്ട് സംസാരിക്കണം എന്നൊരു ധാരണ നമുക്കുണ്ട്. പക്ഷെ അങ്ങനെയല്ല. നമ്മളെ സംബന്ധിച്ച് വളരെ എന്താ പറയുക, ഒരു വേർഡിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിനും എത്രയോ മുന്നേ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് വായിക്കുന്ന സമയത്ത് അതിൽ ഇമോഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഇമോഷൻ റിലേറ്റഡ് ആയിട്ട് വേർഡ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഐഡിയ എന്താണ്, ആ ഒരു വികാരം എന്താണ് എന്നാണ് നമ്മൾ വളരെ എന്താ പറയുക ഒരു 200 milliseconds മതി എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് കാര്യം മനസ്സിലാക്കണമെങ്കിൽ അതെന്തായിരിക്കണം എന്നാണ് പറയുന്നത്. അതൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കണം. ലോജിക്കിനേക്കാൾ കൂടുതൽ ഇമോഷണലായിട്ട് ടച്ചുള്ള അല്ലെങ്കിൽ ഇമോഷനായിട്ട് ടച്ചുള്ള വേർഡ്സ് അതേപോലെ തന്നെ സെൻറ്റൻസുകൾ ഫ്രേസുകളാണെങ്കിൽ നമുക്കത് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പേഴ്സുവേഡ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. സോ വെൻ വി റീഡ് ഇമോഷണലി ചാർജ്ഡ് മെറ്റീരിയൽ വി റിഫ്ലക്സീവ്ലി റിയാക്ട് വിത്ത് ഫീലിങ്സ്. അപ്പോൾ നമ്മൾ ഇമോഷണലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വായിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എന്താ പറയുക ഇമോഷൻസ് ഫീലിങ്സ് നമ്മുടെ ഉള്ളിൽ വരും. ഫിയർ ആവാം, ജോയ് ആവാം, ഓ ആവാം, ഡിസ്ഗസ്റ്റ് ആവാം ആൻഡ് സോ ഫോർത്ത്. ബിക്കോസ് അവർ ബ്രെയിൻസ് ഹാവ് ബീൻ ട്രെയിൻഡ് സിൻസ് ഹണ്ടർ ഗാദറർ ടൈംസ് ടു റെസ്പോണ്ട് ദാറ്റ് വേ. ഹണ്ടർ ഗാദറർ ടൈംസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ആദിമകാല മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഹണ്ടർ ഗാദർ ഹണ്ട് ചെയ്തിട്ട് വേട്ടയാടി നടന്നിരുന്ന ആദ്യത്തെ മനുഷ്യരുണ്ടല്ലോ, അവരെ പറ്റിയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമ്മൾ പറയില്ല പഴയ കാലം മുതൽ പുരാതന കാലം മുതൽക്കേ നമ്മൾ എന്താണെന്നാ പറയുന്നത്, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എന്താ പറയുക ഫീലിങ്സ് റിലേറ്റഡ് ആയിട്ട് ഇമോഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. റീസൺ ഫോളോസ് വെൻ വി ദെൻ കമ്പൈൻ ദി ഇമ്മീഡിയറ്റ് ഫീലിംഗ് ആൻഡ് സബ്സീക്വൻറ്റ് തോട്ട് ടു ക്രിയേറ്റ് മീനിങ്. അപ്പോൾ അത്തരത്തിൽ ഫസ്റ്റ് നമുക്ക് തലയിൽ കയറുന്നത് എന്തായിരിക്കും, ആ ഒരു ഇമോഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും. രണ്ടാമതാണ് ലോജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ റീസണബിൾ ആയിട്ടുള്ള കാര്യം നമ്മളിലേക്ക് വരുന്നുള്ളൂ. How sensitive are we to emotion? Experiments show that when people hear a list of words, they often miss a few as a result of attentional blinks caused by limits in our brain processing power, but we don't miss the emotionally significant words with those there are no blinks. അതായത് ഇവിടെ attentional blinks എന്ന് പറയുന്ന ടേം വരുന്നുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. നമുക്ക് തന്നെ അറിയാം, നമ്മളിപ്പോൾ ജസ്റ്റ് ക്ലാസ്സിലാണെന്നുണ്ടെങ്കിലും ശ്രദ്ധിച്ചുകൊണ്ട് കുറച്ച് നേരമൊക്കെ ചിലപ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ 5 മിനിറ്റ് ഒക്കെ ശ്രദ്ധിക്കും. അത് കഴിഞ്ഞ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് എന്ന് പറഞ്ഞ പോലെ കുറച്ച് ടൈം നമ്മൾ എന്ത് ചെയ്യും, എത്രയൊക്കെ ശ്രദ്ധിച്ചിരിക്കുന്ന പഠിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിലും നമ്മുടെ അറ്റൻഷൻ ഒന്ന് തെന്നിപ്പോവും. ഒന്നെങ്കിൽ പുറത്തു കൂടെ പോകുന്ന ഒരാളിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞു പോയ എന്തെങ്കിലും ഒരു ഇവൻസിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യത്തിലേക്കോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിലേക്ക് നമ്മുടെ അറ്റൻഷൻ വ്യതിചലിച്ച് പോകും അല്ലെങ്കിൽ വഴിമാറി പോകും. അതിനാണ് അറ്റൻഷനെ ബ്ലിങ്ക് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വായിക്കുന്നതിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. വായിക്കുമ്പോൾ ആദ്യമൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കും, അതിനെവിടെയോ വായന ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടാകും, പക്ഷെ നമ്മുടെ അറ്റൻഷൻ മാറി വേറെ എന്തിലേക്കെങ്കിലും മാറിയിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് നമ്മൾ വായിച്ചത് എന്താണെന്ന് നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഭാഗത്തിനെയാണ് അറ്റൻഷനിലെ ബ്ലിങ്ക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്ന പറയുന്നത് ലോജിക്കലായിട്ടുള്ള റാഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് വായിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ അറ്റൻഷണൽ ബ്ലിങ്ക്സ് ഉണ്ടാവും. അതേസമയം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇമോഷണൽ ആയിട്ടുള്ള കാര്യമുണ്ടെങ്കിൽ അവിടെ നമുക്ക് അറ്റൻഷണൽ ബ്ലിങ്ക്സ് വർക്കൗട്ട് ആവില്ല, മറിച്ച് ആ കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നാണ് അദ്ദേഹം പറയുന്നത്. When we read emotionally charged material, we reflexively react with feelings, fear, joy, or disgust and so forth. Reason follows. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞ ലൈനാണ്. സോ when you write your next memo, consider injecting words that package feelings and thought together. പിന്നെ നിങ്ങളൊരു മെമ്മോ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നാ പറയുന്നത്, നമ്മുടെ എഴുത്തിനകത്ത് ഫീലിങ്സും തോട്ടും ഒക്കെ ഒന്നിച്ച് നമ്മൾ ഇൻജക്ട് ചെയ്യാൻ ശ്രമിക്കണം. ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് ചാലഞ്ച് ദ കോമ്പറ്റീഷൻ, യു മൈറ്റ് യൂസ് ഔട്ട്വിറ്റ് റൈവൽസ്.
എക്സാമ്പിൾസാണ് പറയുന്നത്. ചാലഞ്ച് ദ കോമ്പറ്റീഷൻ എന്നൊക്കെ പറയുമ്പോൾ ലോജിക്കലായിട്ടുള്ള ടേമാണ്. അതിന് പകരം നമുക്ക് എന്ത് പറയാം, യു മൈറ്റ് യൂസ് ഔട്ട് വിത്ത് ട്രയൽസ്. അപ്പോൾ നിങ്ങളുടെ എതിരാളികളെ പൊരുതി തോൽപ്പിക്കുക എന്നുള്ള രീതിക്ക് പറയുമ്പോൾ അവിടെ എന്താണ്, അവിടെ നമ്മൾ കുറച്ചുകൂടി ഇമോഷൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ എന്താണ്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആയിട്ട് മാറുന്നു. എൽ ഓഫ് പ്രൊമോട്ട് ഇന്നോവേഷൻ ട്രൈ പ്രൈസ് ഇൻജന്യൂറ്റി. അതേപോലെ തന്നെയുള്ള സെയിം എക്സാമ്പിൾസ് ആണ് വീണ്ടും പറയുന്നത്. അതായത് ലോജിക്കലി പറയുന്നതിനേക്കാൾ കുറച്ച് ഇമോഷൻ കൂടെ ഒന്ന് ചേർത്ത് ഇൻജെക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലാവും എന്നാണ് ഉദ്ദേശിക്കണം. Metaphor often works even better. Canadian researchers Andrew Bose and Albert Haas tested relatively bland phrases like "what a very good idea" and "be careful what you say" against more evocative expressions like "what a gem of an idea." അപ്പോൾ ഒരു അടിപൊളി ഐഡിയ ആണ് എന്ന് പറയുന്നതിന് എന്താ പറയുക, വാട്ട് എ ഗുഡ് ഐഡിയ എന്നതൊക്കെ പറയുന്നതിന് പകരമായിട്ട് വാട്ട് എ ജം ഓഫ് ആൻ ഐഡിയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്കത് ഭയങ്കര ഒരു എന്താ പറയുക, കുറച്ചും കൂടെ ആ ഒരു സെൻറ്റൻസിൻ്റെ സെലക്ഷൻ, വേർഡ്സിൻ്റെ സെലക്ഷൻ ഒന്നും കൂടെ പവർഫുൾ ആവുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു എന്താ പറയുക ഇമോഷൻ കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് അത് കൂടുതൽ പെർസ്വേഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. റീഡേഴ്സ് റിയാക്ട് മോർ സ്ട്രോങ്ലി ടു ദ ലീറ്റർ. അപ്പം അത്തരത്തിൽ തന്നെ നമ്മളൊരു കാര്യം പറയുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, ഒരു കുറച്ചും കൂടി ഇമോഷൻ ആഡ് ചെയ്ത് നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ സാധിക്കുന്ന പറയുന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വാട്ട് എ ഗുഡ് ഐഡിയ എന്ന് പറയുന്നതിന് പകരം വാട്ട് എ ജം ഓഫ് ആൻ ഐഡിയ എന്നും, അതേപോലെ തന്നെ ബി കെയർഫുൾ വാട്ട് യു സേ എന്നതിന് പകരമായിട്ട് വാച്ച് യുവർ ബാക്ക് എന്ന് പറയുന്നതൊക്കെ നമുക്ക് എന്താണ് കുറച്ചും കൂടെ എന്താ റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യമായിരിക്കുമെന്നാണ് പറയുന്നത്. Thus, a small touch can drive the neutral circles for emotion. So, before you start composing, get your feelings straight along with your facts. Zeal for your message will show through, and if you express your emotion, readers will feel it. അപ്പോൾ നമ്മൾ എഴുതാൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, നമ്മുടെ ഇമോഷനിലൊരു സ്റ്റെബിലിറ്റി കൊടുക്കണം. എന്ത് ഇമോഷനിലാണ് ഞാനിരുന്ന് എഴുതുന്നത്, ആ ഇമോഷൻ്റെ കുറച്ച് ഭാഗങ്ങൾ അതിലിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അത് വിചാരിച്ച് നമ്മൾ ഫോമലായിട്ട് എഴുതുന്ന ഒരു കാര്യത്തിൽ നമ്മൾ ഇൻഫോമലായി കുറേ ഇമോഷൻസ് ആഡ് ചെയ്യണം എന്നല്ലാണ്ട് ഉദ്ദേശിക്കണം. മറിച്ച് ആവശ്യമുള്ള അത്ര കുറച്ച് ഇമോഷൻസ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് മാത്രമാണ്. അപ്പോൾ ആ രീതിക്ക് അതിനെ എടുക്കുക കേട്ടോ, അല്ലാണ്ട് കുറേ ഇമോഷണലി എഴുതി കൊടുക്കുക എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി വരുന്ന അടുത്ത എസ് എന്ന് പറയുന്നത് സെഡക്റ്റീവ്നെസ്. അപ്പോൾ സെഡക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സെഡക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, മയക്കുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ആൾ വായിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഭാഷ വായിക്കുമ്പോൾ ആൾ വീണ് പോകുന്ന തരത്തിൽ എഴുതുക എന്നുള്ളതാണ്. As humans, we are wired to save anticipation. One famous study showed that people are often happier planning a vacation than they are after taking one. Scientists call the reward anticipatory utility. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിവാർഡ് ആൻറ്റിസിപ്പേറ്ററി യൂട്ടിലിറ്റി എന്നോട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അതിനൊരു എക്സാമ്പിളായിട്ട് അവിടെ പറയുന്നുണ്ട്. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ തരികയാണ്. അതായത് ഒരു വെക്കേഷൻ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു വെക്കേഷൻ, അതായത് വെക്കേഷൻ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തു എന്ന് വിചാരിക്കാം. അതിന് 3 കോണ്ടെക്സ്റ്റുകൾ തരാം. 1, ട്രിപ്പ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം വരെയുള്ള ഒരു സമയം. 2, ആ ട്രിപ്പ് പോയി നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈം. 3, ട്രിപ്പ് കഴിഞ്ഞു വന്ന സമയം. തീർച്ചയായിട്ടും പോകുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടാവും. പോയി വന്ന സമയത്ത് നമ്മൾ ട്രിപ്പ് പോയിട്ട് കൊണ്ടുവന്ന ചിലപ്പോൾ സ്വീറ്റ്സോ കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാവും, പറയാൻ ഒരുപാട് കഥകളുണ്ടാവും. അതൊക്കെയും ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതിനേക്കാളൊക്കെ കൂടുതൽ നമുക്ക് എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സും കിട്ടുന്നത് എപ്പോഴായിരിക്കും, ആ ട്രിപ്പിൻ്റെ തലേ ദിവസം വരെയുള്ള സമയം. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളെപ്പോഴും എന്താണ് ആ ഒരു സർപ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ, അതേപോലെ നമ്മുടെ ഉള്ള ഒരു ആൻറ്റിസിപ്പേഷൻ, നമ്മുടെ ഉള്ളിൽ എന്താ വരാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ച് അറിയാനുള്ള അല്ലെങ്കിൽ അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് നമ്മുടെ ഉള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ളൊരു എഴുത്തായിരിക്കണം ഉണ്ടാവേണ്ടത്. യു ക്യാൻ ബിൽഡ് അപ്പ് ദ സെയിം സോർട്ട് ഓഫ് എക്സൈറ്റ്മെൻറ്റ് വെൻ യു സ്ട്രക്ചർ യുവർ റൈറ്റിംഗ്. അപ്പോൾ ആ എഴുത്തിൻ്റെ സമയത്ത് നമ്മൾ എന്ത് കൊടുക്കണം, ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അവിടെ വർക്കൗട്ട് ചെയ്യണം. എങ്ങനെയാണോ ഒരു ട്രിപ്പ് പോകുന്ന സമയത്തിനേക്കാളും പോയി വന്നതിനേക്കാട്ടിലും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് തലേ ദിവസം നമുക്ക് കിട്ടുന്നത്, അതുപോലത്തെ എക്സൈറ്റ്മെൻറ്റ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റണം. ഇൻ എക്സ്പെരിമെൻറ്റ്സ് യൂസിങ് പോയട്രി, റിസർച്ചേഴ്സ് ഫൗണ്ട് ദാറ്റ് റീഡേഴ്സ് റിവാർഡ് സർക്യൂട്ടറി reached peak firing several seconds before the high points of emphatic lines and stanzas. അപ്പോൾ നമ്മൾ സയൻറ്റിഫിക്കലി നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, വളരെ എന്താ പറയുക, നമ്മുടെ ഉള്ളിൽ തറച്ചു കയറുന്ന തരത്തിലുള്ള ഭാഷകൾ അല്ലെങ്കിൽ ലൈനുകൾ വായിക്കുന്നതിന് തൊട്ട് മുന്നത്തെ സെക്കൻഡിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ റിവാർഡ് സർക്യൂട്ട് വർക്കൗട്ട് ചെയ്യുന്നത് എന്ന് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബ്രെയിൻ ഇമേജസ് ഷോ പ്രീഎംപ്റ്റീവ് സ്പൈക്സ് ഓഫ് പ്ലഷർ ഈവൻ റീഡേഴ്സ് വിത്ത് നോ പ്രീവിയസ് ഇൻട്രസ്റ്റ് ഇൻ പോയട്രി. പോയം വായിച്ച് യാതൊരു ശീലവും ഇല്ലാത്ത ആളുകൾക്കും സാഹിത്യമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ആളുകളിൽ പോലും ഇത്തരത്തിലുള്ള ഒരു പ്ലഷറിൻ്റെ ആ ഒരു ഷൈനിങ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ബ്രെയിനകത്ത് എന്നാണ് പറയുന്നത്. You can generate a similar reaction by winding up people's curiosity for what's to come. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. Steve Jobs did this in his famous How to Live Before You Die commencement address to Stanford University's class of 2005. Examples ഓരോ വർക്ക്സ് വെച്ചിട്ടാണ് പറയുന്നത്. I never graduate from college, he began. Truth be told, this is the closest I have ever gotten to a college.
Graduation. Today I want to tell you 3 stories from my life. That's it, no big deal. Just 3 stories. Are you on the edge of your seat to hear what the 3 stories are? അപ്പോൾ അങ്ങനെ ഒരു സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയാനായിട്ടുണ്ട്, അതായത് ഞാൻ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കഥകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അത് കേൾക്കാൻ വേണ്ടി നിങ്ങൾ റെഡി ആണോ എന്നുള്ള രീതിക്ക് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവുകയാണ്, ആ ഒരു ക്യൂരിയോസിറ്റി അവിടെ വാക്കൗട്ട് ആവുകയാണ്. സോ സ്റ്റാർട്ട് എ റിപ്പോർട്ട് വിത്ത് എ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ആ ഒരു ക്യൂരിയോസിറ്റി എന്താ പറയുക ഫോം ചെയ്യാൻ പാകത്തിന് ഒരു ചോദ്യം തുടങ്ങിക്കൊണ്ട് വേണം നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പോസ് യുവർ കസ്റ്റമർ പ്രോബ്ലം ആസ് എ കൊണൻഡ്രം. അപ്പോൾ നമ്മുടെ കസ്റ്റമർക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുക, എന്നിട്ട് അതിന് നമ്മൾ സൊല്യൂഷൻ കൊടുക്കുന്ന രീതിയിൽ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുക. പൊസിഷൻ യുവർ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് വർക്ക് ആസ് എ സോൾവിങ് എ മിസ്റ്ററി. അതേപോലെ തന്നെ ആ പ്രശ്നത്തിനെ സോൾവ് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു ഒരു ഉത്തരവാദിത്തമായിട്ട് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിന് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ വലിയൊരു മിസ്റ്ററിനെ സോൾവ് ചെയ്യുന്ന രീതിയിൽ അവരുടെ മുന്നിൽ അവതരിപ്പിച്ചു കൊടുക്കുക. പുട്ട് റീഡേഴ്സ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് അൺസർട്ടനിറ്റി സോ ദാറ്റ് യു ക്യാൻ ദെൻ ലേൺ ദം, ലീഡ് ദം ടു സംതിങ് ബെറ്റർ. അതേപോലെ തന്നെ അവരെ ഒരു അൺസർട്ടനിറ്റിയിൽ ഒരു എന്താ പറയുക കറക്റ്റായിട്ടൊരു ഉറപ്പില്ലാത്ത രീതിയിലേക്ക്, അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള സർട്ടനിറ്റി ഇല്ലാത്തൊരവസ്ഥയിലേക്ക്, ഒരു അനിശ്ചിതത്വം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, അത്തരത്തിൽ നമ്മൾ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നമ്മളായിട്ടൊരു കാര്യം കൊടുക്കുമ്പോൾ അവർക്കത് എന്തായിട്ട് ഫീൽ ചെയ്യും, വലിയ നമ്മളെ അവർ ലീഡ് ചെയ്തു എന്നൊരു ചിന്ത അവരിൽ ഉണ്ടാക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. ഇനി അടുത്ത കേസ് പറയുന്നത് സ്മാർട്ട് തിങ്കിങ് ആണ്. അത് ഞാൻ ആ വേർഡ് എടുത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സ്മാർട്ട് തിങ്കിങ് കൊണ്ട് എന്താണെന്ന് നമുക്കറിയാം. മേക്കിംഗ് പീപ്പിൾ ഫീൽ സ്മാർട്ട്, ഗിവിംഗ് ദം ആൻ ആഹാ മൊമെന്റ് ഇസ് അനദർ വേ ടു പ്ലീസ് റീഡേഴ്സ്. അതായത് വായിക്കുമ്പോൾ നമുക്ക് തോന്നണം ആഹാ കൊള്ളാലോ എന്ന് തോന്നണം, ആ രീതിക്ക് എഴുതാൻ നമുക്ക് പറ്റണം. ടു ഷോ ഹൗ ദീസ് സഡൻ പോപ്സ് ഓഫ് ഇൻസൈറ്റ് ആക്ടിവേറ്റ് ദ ബ്രെയിൻ, റിസർച്ചേഴ്സ് ഹാവ് ആസ്ക്ഡ് പീപ്പിൾ ടു റീഡ് 3 words. ഞാൻ എക്സാമ്പിൾ ആണ് പറയുന്നത്. ആൻഡ് ദെൻ 3 words റിസർച്ചേഴ്സ് കൊടുത്തു ഈ ഒരു ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട്. 3 വാക്കുകൾ ഇതായിരുന്നു: ഹൗസ്, ബാർക്ക് ആൻഡ് ആപ്പിൾ. അപ്പോൾ ഹൗസ് നമുക്കറിയാം വീട് എന്നുള്ള മീനിങ് ആണ്. ബാക്ക് എന്നുള്ള ഉദ്ദേശിക്കുന്നത് 2 ബാക്കുണ്ട്, നമുക്ക് അതിലെതിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ മരക്കൊമ്പ് എന്നുള്ളൊരു ബാക്കാണ്. പിന്നെ ആപ്പിൾ. ഈ 3 വാക്കുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വേർഡ് ഇമാജിൻ ചെയ്യാനാണ് പറയുന്നത്. ആൻഡ് ദെൻ ഐഡന്റിഫൈ എ 4th word that relates to all 3. While MRI scanners and EEGs record their brain activity. When the study participants arrive at a solution, that is tree, brain regions near the right temple light up, and so do parts of the reward circuit in the prefrontal cortex and midbrain. The reader's delight is visible. Psychological research also reveals how people feel after such moments: at ease, certain, and most of all happy. അപ്പോൾ അത്തരത്തിൽ ഈ 3 വേർഡ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വേർഡ് ഇമാജിൻ ചെയ്യാൻ പറയുമ്പോൾ ഒരുവിധം എല്ലാവരും വിചാരിക്കുന്നത് എന്താണ്, ട്രീ എന്നുള്ളൊരു വേർഡാണ്. അപ്പോൾ അത്തരത്തിൽ അവർ ഇമാജിൻ ചെയ്ത വേർഡ് തന്നെയാണ് അവിടെ വരുന്നത് എന്നറിയുന്ന സമയത്ത് അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. അവരുടെ ആ ഒരു ബ്രെയിനകത്ത് കറക്റ്റായിട്ട് നമ്മളൊരു സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്തു എന്നതിൻ്റെ ആ ഒരു ചിന്ത അവരിലേക്ക് എന്തിനു കൊണ്ടുവരികയാണ്, ആ ഒരു ഒരു സ്പാർക്ക് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് സ്കാനിങ്ങിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഹൗ ക്യാൻ യു റൈറ്റ് ടു ക്രിയേറ്റ് ആൻ ആഹാ മൊമെന്റ് ഫോർ യുവർ റീഡേഴ്സ്? അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ആഹാ മൊമെന്റ് ഉണ്ടാക്കി കൊടുക്കുക. അതിനുള്ളൊരു മാർഗ്ഗം പറയുകയാണ്, 1 way is to draw fresh distinctions. വളരെ ഫ്രഷ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കാര്യങ്ങളെ വേർതിരിച്ച് പറഞ്ഞു കൊടുക്കണം. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഗിന്നി റോമറ്റി ഫോർമലി IBM's CEO offered one with this description of the future. It will not be a world of man versus machine, it will be a world of man plus machine. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരാം. ഞാൻ എൻ്റെ സ്റ്റുഡൻസ് പറഞ്ഞു കൊടുത്ത സെയിം എക്സാമ്പിളാണ് പറയുന്നത്. ഞാൻ ക്ലാസ് ടീച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ടൈമിൽ നിങ്ങളടുത്ത് ഞാൻ പറയണത് നിങ്ങൾക്ക് എല്ലാവർക്കുള്ള ചോക്ലേറ്റ് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്, ക്ലാസ്സിന് പുറത്ത് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയണം. നിങ്ങൾ പോയി എടുത്തോളൂ എന്ന് പറയണം. അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് പോയി എടുക്കാം, അല്ലാതെ ഓരോരുത്തരെ കൈ പോയി എടുക്കാം, അല്ലെങ്കിൽ ഓരോ ബെഞ്ചായിട്ട് പോയി എടുക്കാം, അല്ലെങ്കിൽ ഒന്നിച്ച് ചടപടയെന്ന് എഴുന്നേറ്റ് ഓടിപ്പോയിട്ട് ചോക്ലേറ്റ് എടുത്തിട്ട് വരാം. അത് ഞാൻ ഒരു കാര്യം പറയുന്നത്, നിങ്ങൾക്കുള്ള ചോക്ലേറ്റ് പുറത്ത് വെച്ചിട്ടുണ്ട്, പോയി എടുത്തോളൂ എന്ന് ഞാൻ പറയുന്നു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറെ തിരിച്ച് ഒരു കാര്യം കൂടെ പറയുകയാണ്. എല്ലാവരും കൂടെ ചാടി ഓടി പോകണ്ട, ഓരോരുത്തരായിട്ട് പോയി എടുക്കൂ എന്ന് പറയുകയാണെങ്കിൽ അത് അവിടെ എന്താണ്, ഒരു ഡിസ്റ്റിങ്ഷനാണ്, വേർതിരിച്ച് പറയണം. അതായത് ഒന്നിച്ച് പോവണ്ട, ഓരോരുത്തരായിട്ട് പോവൂ. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്നുള്ളത് രണ്ടും വേർതിരിച്ച് ഞാനവിടെ പറയണം. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും, കുറച്ചും കൂടെ സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യും, കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം മാത്രം ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പോൾ കടപെടാന്ന് ഇളകി ഓടി എല്ലാവരും കൂടെ പോയി ചോക്ലേറ്റ് എടുക്കാനുള്ള ആ ഒരു രീതിയൊക്കെ കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഓരോരുത്തരായിട്ട് പോയിട്ട് എടുത്തിട്ട് വരൂ കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, അങ്ങനെ ചെയ്യും. അവിടെ നിങ്ങൾക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടുകയാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത്. അപ്പോൾ അതുപോലെ ഇവിടെ എന്താണ് പറയുന്നത്,
ഇറ്റ് വിൽ നോട്ട് ബി എ വേൾഡ് ഓഫ് മാൻ വേഴ്സസ് മെഷീൻ. മാൻ വേഴ്സസ് മെഷീൻ. ഇപ്പം നമ്മളെപ്പോഴും വേഴ്സസ് എപ്പോഴാണ് യൂസ് ചെയ്യുക? നമുക്കറിയാം, അതായത് മാച്ചൊക്കെ നടക്കുമ്പോൾ ഓപ്പോസിറ്റ് നിന്ന് കളിക്കുന്ന സമയത്താണ് നമ്മൾ വേഴ്സസ് യൂസ് ചെയ്യാറുള്ളത് അല്ലേ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് എന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ വേഴ്സസിൽ വരുന്നത്. അതേസമയം പ്ലസ് എന്ന് പറയുമ്പോൾ എന്താ വരിക? രണ്ടും കൂടെ ചേർന്നിട്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതാണ് എക്സാമ്പിൾ. മനുഷ്യനും മെഷീനും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ലോകമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഇറ്റ് വിൽ ബി എ വേൾഡ് ഓഫ് മാൻ പ്ലസ് മെഷീൻ. മനുഷ്യനും മെഷീനും ഒരുപോലെ നിൽക്കുന്ന ഒരു ലോകമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. എന്ത് ആവരുത് എന്നും, അതായത് മാൻ വേഴ്സസ് മെഷീൻ അല്ല എന്നും മാൻ പ്ലസ് മെഷീൻ എന്താവണം എന്നും നമ്മൾ വേർതിരിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ വായിക്കുന്നയാൾക്ക് കേൾക്കുന്നയാൾക്ക് കാര്യം ഒന്നും കൂടെ ക്ലിയർ ആയിരിക്കും. Another strategy is to phrase a pragmatic message. അപ്പോൾ ഒന്നാമത്തെ സ്ട്രാറ്റജി പറഞ്ഞു, ഡ്രോ ഫ്രഷ് ഡിസ്റ്റിങ്ഷൻസ്. കറക്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റിങ്ഷൻസ് നമ്മൾ കൊടുക്കണം എന്നാണ് ഫസ്റ്റ് ഐഡിയ. രണ്ടാമത്തെ ഐഡിയ ഓർത്ത് വെക്കണം, ഫ്രേസ് എ പ്രാഗ്മാറ്റിക് മെസ്സേജ്. പ്രാഗ്മാറ്റിക് മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാക്ടിക്കലായിട്ട് നമുക്കറിയാം ചെയ്യാൻ പറ്റും, പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം പറയുക. സോ ദാറ്റ് ഇറ്റ് ഓൾസോ ഇവോക്സ് എ പെരേനിയൽ യൂണിവേഴ്സൽ ട്രൂത്ത്. അപ്പോൾ അതെന്തായിരിക്കും? ഒരു യൂണിവേഴ്സൽ, എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള സത്യമായിരിക്കും. The late Max D, pre-founder and CEO of the office furniture company Herman Miller, had a knack for speaking to employees this way. In Leadership is an Art, he wrote, the first responsibility of a leader is to define reality. ഒരു ലീഡറുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് റിയാലിറ്റീനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. ദ ലാസ്റ്റ് ഈസ് ടു സേ താങ്ക് യു. അതേപോലെ തന്നെ എന്താണ്, എൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു താങ്ക് യു പറഞ്ഞ് മറ്റുള്ളവരോട് നമ്മുടെ ആ ഒരു എന്താ പറയുക സന്തോഷവും ആ ഒരു നന്ദിയും പ്രകടിപ്പിക്കുന്ന രീതിയിൽ അവസാനിപ്പിക്കാനും സാധിക്കണം. ഇൻ ബിറ്റ്വീൻ ദ ടു, ഈ രണ്ടിൻ്റെയും ഇടയ്ക്ക് ദ ലീഡർ മസ്റ്റ് ബിക്കം എ സെർവൻറ്റ് ആൻഡ് എ ഡെപ്റ്റർ. അവിടെ നമ്മൾ എന്തായിരിക്കണം? കേൾവിക്കാരൻ്റെ അല്ലെങ്കിൽ എന്തായിരിക്കണം? ആ ഒരു ലീഡർ എന്തായിരിക്കണം? മറ്റുള്ളവരെ അവരെ ഫോളോ ചെയ്യുന്ന ആളുകളുടെ സെർവൻറ്റും അതേപോലെ തന്നെ ഡെപ്റ്ററുമായിട്ട് നിൽക്കാനുള്ള കഴിവ് അയാൾക്ക് ഉണ്ടായിരിക്കണം. ദാറ്റ് വിസ്ഡം നോട്ട് ഫോർ ബിസിനസ് മാനേജേഴ്സ് ബട്ട് ഫോർ പാരൻസ്, ടീച്ചേഴ്സ്, കോച്ചസ്, എനിവൺ ഇൻ എ ഗൈഡിംഗ് റോൾ. അതൊരു ബിസിനസ്സുകാരനെ മാത്രം പാലിക്കേണ്ട കാര്യമല്ല, മറിച്ച് പാരൻസ് ആയിക്കോട്ടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ എല്ലാവരും പാലിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ട് സ്മാർട്ട് തിങ്കിങ്ങിൽ പറയുന്നു. ഇനി സോഷ്യൽ കോണ്ടന്റ്, നമുക്കറിയാം സാമൂഹികമായിട്ട് നമുക്ക് പ്രസക്തിയുള്ള അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ളൊരു ആശയം നമ്മൾ കൊടുക്കുകയാണ് സോഷ്യൽ കോണ്ടന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ ബ്രെയിൻസ് ആർ വയർഡ് ടു ക്രിയേറ്റ് ഹ്യൂമൻ കണക്ഷൻ ഈവൻ ഇൻ വാട്ട് വി റീഡ്. അപ്പോൾ നമ്മൾ സമൂഹം എന്നുള്ള നിലയ്ക്ക് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം ഹ്യൂമൻ കണക്ഷൻ. നമുക്ക് എപ്പോഴും കണക്ഷൻ വേണം അല്ലേ? ഫ്രണ്ട്സ് ആയിക്കോട്ടെ, റിലേറ്റീവ്സ് ആയിക്കോട്ടെ, പാർട്ട്ണർ ആയിക്കോട്ടെ, ആരായിട്ടാണെങ്കിൽ അതേപോലെ നെയ്ബേഴ്സ് ആയിക്കോട്ടെ, നമുക്കൊരു കണക്ഷൻ ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് ഒരു മനുഷ്യനായിട്ട് യാതൊരു ബന്ധമില്ലാണ്ട് നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. അല്ലെങ്കിൽ നമ്മളാകെ മെൻ്റലായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹ്യൂമൻ കണക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കൺസിഡർ സ്റ്റഡി ഓഫ് റീഡേഴ്സ് റെസ്പോൺസസ് ടു ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലിറ്റററി എക്സെപ്റ്റ് some with vivid descriptions of people or their thoughts and others with such a focus. The passages that included people activated the areas of participants' brains that interpret social signals which in turn triggered their reward circuits. അപ്പോൾ നമ്മളൊരു ലിറ്ററേച്ചർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ നമ്മുടെ റിവാർഡ് സർക്യൂട്ട് എന്താണെന്ന് ഓൾറെഡി പറഞ്ഞാൽ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. റിവാർഡ് സർക്യൂട്ടിനെ ഏറ്റവും കൂടുതൽ ട്രിഗർ ചെയ്യുന്നത് എന്തായിരിക്കും എന്നാ പറയുന്നത്? ഹ്യൂമൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ഹ്യൂമൻ റിലേഷൻസിനെ കുറിച്ച്, ഇമോഷൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന പോയിന്റ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്താ പറയുക ലിറ്ററേച്ചേഴ്സ് ആയിരിക്കും. വി ഡോണ്ട് വാണ്ട് ജസ്റ്റ് ടു റീഡ് അബൌട്ട് പീപ്പിൾ. നമുക്ക് എന്ത് വേണ്ടത്? വെറുതെ ആളുകളെ കുറിച്ച് പഠിക്കുകയല്ല വേണ്ട. ആളുകളുടെ കണ്ണിങ്ങനെയാണ്, മൂക്കിങ്ങനെയാണ്, ഡ്രസ്സിങ് ഇങ്ങനെ, അതല്ല നമുക്ക് വേണ്ടത്. ദോ വി വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ആർ തിങ്കിങ് ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ. അവരെന്താണോ ചിന്തിക്കുന്നത്, അവരുടെ ഇമോഷൻ എന്താ, അവരുടെ തോട്ട് എങ്ങനെയാണ് പോകുന്നത്, അതാണ് നമുക്ക് അറിയേണ്ടത്. അല്ലാണ്ട് ഒരാളുടെ നിറം എന്താണ്, മുടിയുടെ വലുപ്പം എന്താണ്, കണ്ണിൻ്റെ നിറം എന്താണ്, ഇതൊന്നും അല്ല നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം. എ സ്റ്റഡി ലെഡ് ബൈ ഫ്രാങ്ക് വാൻ ഓവർവേ, എ സോഷ്യൽ ന്യൂറോ സയൻറ്റിസ്റ്റ് at Reich University, Brussels, found that readers infer the goal of people they are reading about in under 350 milliseconds and discern their character traits within 650 milliseconds. അപ്പോൾ അത്തരത്തിൽ ഒരു കാര്യം വായിക്കുന്ന സമയത്ത് അവരുടെ ക്യാരക്ടറിനെയും അവരുടെ ആ ഒരു ഇമോഷനെയും നമ്മൾ വളരെ കുറച്ച് മില്ലി സെക്കൻഡ്സുകൾ കൊണ്ട് തന്നെ വായനക്കാരൻ അത് ഗ്രാസ്പ് ചെയ്യാനായിട്ട് സാധിക്കും. One way to help readers connect with you and your writing is to reveal more traces of yourself in it. അപ്പോൾ അതിനുള്ളൊരു ഐഡിയ ആണ് പറയുന്നത്, നമ്മുടെ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, അതിലിട്ട് കൊടുക്കുക. നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു കയ്യൊപ്പ് അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, ഒരു ട്രേസ് എന്ത് ചെയ്യുക, അവരുടെ മുന്നിൽ റിവീൽ ചെയ്ത് കൊടുക്കുക. Think voice, world view, vocabulary, wit, syntax, poetic rhythm, sensibilities. Take the foxy and effective speeches and letters of Berkshire Hathaway CEO Warren Buffett. His bonmots include someone sitting in the shade today because someone planted a tree a long time ago. It is only when we tide goes out that you discover who's been swimming naked. And beware of geeks bearing formulas.
അപ്പോൾ ഇത് കുറച്ച് എക്സാമ്പിൾസ് ആണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമ്മുടെ വാരൻ ബഫറ്റ് യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമ്മൾ എന്തൊരു കാര്യവും പറയുമ്പോൾ എന്ത് ചെയ്യണം, അതിനകത്ത് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനകത്ത് പറയുകയാണ്, ഫസ്റ്റ് എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു തണലിന് താഴെ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെന്തായിരിക്കും, വർഷങ്ങൾക്ക് മുന്നേ വേറെ ആരോ വെച്ചിട്ടുള്ള ഒരു മരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവിടെ എന്താണ്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അല്ലെങ്കിൽ സമ്മൺ സെറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിലാരും ആവാം, ഈ പറയുന്ന ഞാനും ആവാം മരത്തിൻ്റെ താഴെ ഇരിക്കുന്ന വ്യക്തി. അപ്പോൾ നമ്മൾ എപ്പോഴും എന്തൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടേതായ എന്തെങ്കിലും ഒരു കാര്യം അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഞാനാണെങ്കിലും ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് എക്സാമ്പിൾസ് പറയുമ്പോൾ എൻ്റെ സ്റ്റുഡൻസിന് അറിയാവുന്ന കാര്യമാണ്. അതായത് എക്സാമ്പിൾസ് പറയുമ്പോൾ എപ്പോഴും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ കണ്ടറിഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഒരു ഭാഗം ഞാൻ അവർക്ക് ഇട്ട് കൊടുക്കും. അപ്പോഴാണ് അവർക്ക് എന്ത് ചെയ്യുക, കൂടുതൽ ആ കാര്യം റിലേറ്റബിൾ ആയി തോന്നും. അല്ലാതെ ഞാൻ ആ പുസ്തകത്തിൽ അങ്ങനെ ഒരാൾ എഴുതിയിട്ടുണ്ട് അങ്ങനെ പറയുന്നതിനേക്കാൾ കൂടുതൽ അവരവിടെ നോട്ട് ചെയ്യുന്നത് എന്താണ്, ഞാൻ എന്ന വാക്കായിരിക്കും. അതായത് എൻ്റെ ഒരു ഭാഗം, ഞാൻ വായിച്ച പുസ്തകത്തിനെ പറ്റിയാണല്ലോ ഞാൻ പറയുന്നത്. അല്ലാതെ ആ പുസ്തകത്തിനേക്കാൾ ഉപരി അവരെപ്പോഴും ശ്രദ്ധിക്കുന്നത് എന്തായിരിക്കും, എൻ്റെ ആ ഒരു ട്രേസ് ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലായിരിക്കും. റിമെമ്പർ ഓൾസോ ടു ഇൻക്ലൂഡ് ദി ഹ്യൂമൻ ആംഗിൾ ഇൻ എനി ടോപ്പിക് യു ആർ ഡിസ്കസിങ്. അപ്പം നമ്മളൊരു മനുഷ്യൻ്റെ ആ ഒരു വീക്ഷണകോണിലൂടെ എപ്പോഴും സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെൻ യു വോണ്ട് ടു മേക്ക് എ പോയിന്റ് അബൌട്ട് എ സപ്ലൈ ചെയിൻ ഹിക്കപ്പ്, ഫോർ എക്സാമ്പിൾ, ഡോണ്ട് ഫ്രെയിം ദ പ്രോബ്ലം ആസ് എ ട്രക്കിംഗ് ഡിസ്കണക്ട്സ്, റൈറ്റ് ഇൻസ്റ്റെഡ് അബൌട്ട് മിക്സഡ് സിഗ്നൽസ് ബിറ്റ്വീൻ ദ ഡ്രൈവർ ആൻഡ് ഡിസ്പാച്ചർ. അപ്പോൾ അതേപോലെ സപ്ലൈ ചെയിൻ ഹിക്കപ്പ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ സ്ഥലത്ത് നിന്ന് എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ഒരു തടസ്സത്തിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻ നമ്മൾ വിജയ് സൂപ്പറും പൗർണമി ഫിലിം കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനകത്ത് നമുക്കറിയാം ആസിഫ് അലി ആ ട്രക്കിൽ എന്താ പറയുക ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് അവൻ ഉദ്ദേശിച്ച സമയത്ത് അവിടെ അദ്ദേഹത്തിന് എത്താനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന ആ ഒരു സംഭവത്തിന് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിന് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, അതായത് അവിടെ നിന്ന് പോകുന്നു പക്ഷേ ആസിഫിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അദ്ദേഹം ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ ആ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യാൻ പറ്റാതിരിക്കാൻ പാകത്തിന് ഇടയ്ക്ക് വെച്ച് നടക്കുന്ന സംഭവത്തിന് നമുക്ക് എന്തായി കൺസിഡർ ചെയ്യാം, സപ്ലൈ ചെയിൻ ഹിക്കപ്പായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യുക, അവിടെയും ഈ പറഞ്ഞ പോലെ ഡ്രൈവറെ കുറിച്ചോ അല്ലെങ്കിൽ ഡിസ്പാച്ചറെ കുറിച്ചോ ഒരു ഹ്യൂമൻ എലമെൻ്റ് അവിടെ ആഡ് ചെയ്തിട്ട് അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. Another simple trick to engage readers is to use the second person as I have done throughout this piece. എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഞാൻ ആ ബ്രാക്കറ്റ് ഇട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. വേറൊരു മാർഗ്ഗം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും സെക്കൻഡ് പേഴ്സൺ നറേറ്റീവ് യൂസ് ചെയ്യുക. സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താ, യു എന്ന് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഐ, സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു. അപ്പോൾ യു യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വായിക്കുന്ന ആൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും, എന്നോടാണ് പറയുന്നത് എന്നൊരു തോന്നൽ വരും. അപ്പോൾ ഓരോരുത്തർക്കും ആ ഒരു പേഴ്സണൽ എലമെൻ്റ് അതുമായിട്ട് കണക്റ്റ് ആവും. അപ്പോൾ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, യു എന്നുള്ള വേർഡ് അവിടെ യൂസ് ചെയ്യുക. ദിസ് ക്യാൻ ബി പർട്ടിക്കുലർലി ഹെൽപ്ഫുൾ വെൻ യു ആർ എക്സ്പ്ലെയിനിങ് ടെക്നിക്കൽ ഓർ കോംപ്ലിക്കേറ്റഡ് മെറ്റീരിയൽ. ടെക്നിക്കലായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു വാക്ക് തന്നെ പർട്ടിക്കുലർ വാക്കിൽ തന്നെ എങ്ങനെയാണ് വന്നിട്ടുള്ളത്, യു എന്നാണ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, സൈക്കോളജിസ്റ്റ് റിച്ചാർഡ് മേ ആൻഡ് കൊളീഗ്സ് അറ്റ് ദി യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ സാന്റാ ബാർബറ ran experiments with the two versions of an online presentation on the respiratory system. Each included 100 words or spoken text paired with simple animations, but one version used the impersonal third person while the other was more personal. People who listened to the later scored significantly higher than their counterparts on the rest that measured what they had learned. അപ്പോൾ അദ്ദേഹം പറയുന്നത് വേറൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അവിടെയും എന്താണ് സംഭവിക്കുന്നത്, കൊടുത്ത ആ ഒരു ടോപ്പിക്കിൽ ഏറ്റവും കൂടുതൽ എന്താണ് യു എന്നുള്ള വേർഡ് യൂസ് ചെയ്തുകൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു വേർഡ് യൂസ് ചെയ്ത് എഴുതിയിട്ടുള്ള ആ പോർഷൻ വായിച്ചവർക്കാണ് കൂടുതൽ ആ ഒരു പോയിന്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു കോണ്ടന്റിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇനി അടുത്തായിട്ട് വരുന്ന നമ്മുടെ എസ് എന്ന് പറയുന്നത് ലാസ്റ്റ് എസ് ആണ്, സ്റ്റോറി ടെല്ലിംഗ്. Few things beat a good anecdote. Stories, even fragments of them, captivate extensive portions of readers' brains in part because they combine many of the elements I have described already. അപ്പോൾ സ്റ്റോറി ടെല്ലിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരുപാട് എസ്സുകൾ അതിൽ ആഡ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരു കഥ പോലെ ഇങ്ങനെ എന്താ പറയുക കമ്പൈൻ ചെയ്ത് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് കാര്യം മനസ്സിലാവും. റിസർച്ച് ബൈ യൂറി ഹേസൻ ആൻഡ് പ്രിൻസ്റ്റൺ റിവീൽസ് എ ന്യൂറൽ എഫക്ട് ഓഫ് ആൻ എൻഗേജിംഗ് ടെയിൽ. ഫങ്ഷണൽ MRI scans show that when a story begins, listeners' brains immediately begin glowing in a specific pattern. ഒരു കഥ തുടങ്ങുമ്പോൾ നമ്മുടെ ബ്രെയിൻ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്ന പറയുന്നത് ഷൈൻ ചെയ്യും എന്നാണ് പറയുന്നത്, ഗ്ലോ ചെയ്യും. വാട്ട് ഇസ് മോർ, ദാറ്റ് ഗ്രിഡ് റിഫ്ലക്ട്സ് ദ സ്റ്റോറി ടെല്ലേഴ്സ് എക്സാക്ട്ലി. Other research shows that at the same time mid-brain regions of the reward circuit come to life. അപ്പോൾ അത്തരത്തിൽ കഥ കേൾക്കുമ്പോൾ നമ്മുടെ റിവാർഡ് സർക്യൂട്ടും നമ്മുടെ ബ്രെയിനും ഒക്കെ ഒരുപോലെ ഷൈൻ ചെയ്യും എന്നാണ് പറയുന്നത്. എക്സ്പെരിമെന്റ്സ് ബൈ ബിഹേവിയറൽ സയന്റിസ്റ്റ് അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ഫ്ലോറിഡ പ്രൊഡ്യൂസ്ഡ് സിമിലർ റിസൾട്ട്സ്. ബ്രെയിൻ ഇമേജസ് ഷോഡ് ഹൈറ്റൻഡ് ആക്ടിവിറ്റി ഇൻ റിവാർഡ് റീജിയൻസ് among people who read 12-second narratives that prompted pleasant images. അപ്പോൾ ഇത്തരത്തിൽ ഇമേജസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്,
ഒരു സിമിലർ റിസൾട്ട് നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. ബ്രെയിൻ ഇമേജസ് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സിമിലർ ആയിട്ട് റിസൾട്ട്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വെൻ യു ഇൻകോർപ്പറേറ്റ് സ്റ്റോറീസ് ഇൻ ടു യുവർ കമ്മ്യൂണിക്കേഷൻസ് ബിഗ് പേ ഓഫ് സ്കാൻ റിസൾട്ട്. അപ്പോൾ ഇത്തരത്തിൽ ബ്രെയിൻ ഇമേജുകൾ, അതായത് നമ്മുടെ മനസ്സിൽ കഥ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓരോ ഇമേജുകൾ ഇങ്ങനെ വരിക ചെയ്യാം. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ കമ്മ്യൂണിക്കേഷനെ വളരെ നല്ല രീതിയിൽ അത് സഹായിക്കുന്നുണ്ട്. കൺസിഡർ റിസർച്ച് ദാറ്റ് മെലിസ ലിനെ മർഫി did at the University of Texas looking at business crowdfunding campaigns. She found that study participants formed more favorable impressions of the pitches that had richer narratives, giving them higher marks or entrepreneur credibility and business legitimacy. Study participants also expressed more willingness to invest in the projects and share information about them. The implication, no stories, no great funding success. അപ്പോൾ അത്തരത്തിൽ എന്ത് കാര്യത്തിലാണെങ്കിൽ നമ്മൾ സ്റ്റോറീസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇംപ്രഷൻ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തം തന്നെ ആയിരിക്കും. The 8S can be your secret weapon in writing well. അപ്പോൾ ഈ 8 എസ്സുകൾ നമ്മുടെ നല്ലൊരു ആയുധമായിട്ട് നന്നായി എഴുതാൻ നമ്മൾ യൂസ് ചെയ്യണം. ദേ ആർ എഫക്റ്റീവ് ടൂൾസ് ഫോർ എൻഗേജിങ് റീഡേഴ്സ് ബിക്കോസ് ദേ ട്രിഗർ ദ സെയിം ന്യൂറൽ റെസ്പോൺസസ് ദാറ്റ് അതർ പ്ലഷറബിൾ സ്റ്റിമുലി ഡു. അപ്പോൾ മറ്റ് ഏത് പ്ലഷറബിൾ ആയിട്ടുള്ള സ്റ്റിമുലികൾ നമ്മളിൽ പ്രഭാവം ചെലുത്തുന്നത് പോലെ തന്നെയും നമ്മുടെ ഉള്ളിൽ ആ ഒരു പ്ലഷർ ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരത്തിൽ നല്ലൊരു എഴുത്തിനെ കൊണ്ടും സാധിക്കും. ആൻഡ് യു പ്രോബബ്ലി അണ്ടർസ്റ്റാൻഡ് ദെയർ വാല്യൂ ഇൻറ്റുയിറ്റീവ്ലി ബിക്കോസ് മില്യൺസ് ഓഫ് ഇയേഴ്സ് ഓഫ് എവല്യൂഷൻ ഹാവ് ട്രെയിൻഡ് അവർ ബ്രെയിൻസ് ടു നോ വാട്ട് ഫീൽസ് റൈറ്റ്. അപ്പോൾ വർഷങ്ങളായിട്ട് നമ്മുടെ ബ്രെയിനിന് അറിയാം എന്താണ് റൈറ്റ് എന്താണ് wrong എന്നുള്ളത്. സോ കൾട്ടിവേറ്റ് ദോസ് ഇൻസ്റ്റിങ്സ്. ദേ വിൽ റീഡ് യു ടു ദ റൈറ്റേഴ്സ് വേർഷൻ ഓഫ് ദി ഗോൾഡൻ റൂൾ. റിവാർഡ് റീഡേഴ്സ് ആസ് യു വുഡ് യോർസെൽഫ്. അപ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, നമ്മുടെ എഴുത്തിൽ കൂടെ വായനക്കാരന് ഒരു റിവാർഡ് കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ പറയുന്ന കാര്യം അവർ എൻജോയ് ചെയ്യും, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കും. അതുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ റിവാർഡ് സർക്യൂട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. താങ്ക് യു.